കപ്പ ഇഷ്ടമില്ലാത്തവരായിട്ട് നമ്മൾ മലയാളികളിൽ വളരെ ചുരുക്കം പേരേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ പലതരത്തിലാണ് കപ്പ എല്ലാവരും ഉണ്ടാക്കുന്നത്. എന്നാലും ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർക്കാർ മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയാൽ മാത്രമേ എൻ്റെ മക്കൾ കഴിക്കുകയുള്ളൂ കേട്ടോ. അല്ലാതെ ഈ കപ്പ, കിഴങ്ങ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവർ കഴിക്കാറില്ല. പക്ഷേ ഈ ഒരു ടൈപ്പ് കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ അച്ചാറിനൊപ്പം ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ എല്ലാവരും അച്ചാറിനൊപ്പമാണ് കഴിക്കാറ്. ഞങ്ങൾ മീൻകറി അങ്ങനെയൊന്നും കൂട്ടിയിട്ടല്ല കേട്ടോ, അച്ചാറിനൊപ്പമാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഏകദേശം ഒരു 1.5 കിലോളം കപ്പയുണ്ട് കേട്ടോ. മുറിച്ച് വേവിച്ച് ഏകദേശം ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള കഷ്ണത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയെടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും 2-3 പച്ചമുളകും കപ്പയ്ക്ക് ആവശ്യമുള്ള ഏകദേശം ഒരു അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലോണം വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം നമുക്കറിയാം കപ്പ നമ്മൾ വെള്ളം ഊറ്റി കളയുന്നുണ്ട്. അപ്പോൾ ഏതായാലും കപ്പയേക്കാൾ ഒരുപാട് മേലെ വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിലിനാണ് വേവിച്ചെടുക്കുന്നത്. തീ കുറച്ച് കൊടുക്കുന്നൊന്നുമില്ല, മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുമ്പം പിന്നെ മീഡിയത്തിലേക്ക് ആക്കിയിട്ട് 2 വിസിലും കൂടെ, അങ്ങനെ 3 വിസിലാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും തന്നെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നമ്മുടെ കപ്പ കിട്ടുന്നതിനനുസരിച്ചിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ അത്രയ്ക്ക് നല്ല ഫ്രഷ് കപ്പയൊന്നും കിട്ടാറൊന്നുമില്ല, വല്ലപ്പോഴും മാത്രമേ കപ്പ വരാറുള്ളൂ. അത് വന്ന ഉടനെ തന്നെ വാങ്ങിച്ചാൽ കിട്ടും, പിറ്റേ ദിവസം പോകുമ്പോഴേക്ക് കിട്ടാറുമില്ല. അപ്പോൾ ഇതെന്തോ കപ്പ ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ മോള് വാങ്ങിച്ചുകൊണ്ടെന്നെ കേട്ടോ. അപ്പോൾ അത്ര ഫ്രഷ് ഒന്നല്ല. അപ്പോൾ ഏതായാലും ഞാൻ 3 വിസിലിന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, നന്നായി ഉടഞ്ഞ് കിട്ടണം കേട്ടോ ഞങ്ങൾക്ക്. അപ്പോൾ ഇത് ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്തായാലും നല്ല കപ്പയായിരുന്നു, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തവി ഇങ്ങനെ ഇട്ട് വെക്കുമ്പം തന്നെ നന്നായിട്ടെല്ലാം ഉടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വെള്ള കളർ കാണുന്നത് കപ്പ അത്ര ഫ്രഷ് അല്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും എന്തുകൊണ്ടോ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒട്ടും കഷ്ണങ്ങൾ പാടില്ല, അങ്ങനെയാണ് മക്കൾ കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഞാനിത് ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ്. വായിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചവക്കേണ്ട പരിപാടിയൊന്നുമില്ല, അങ്ങനെ തന്നെ വിഴുങ്ങാം. അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ടേക്ക് ഇത് ആവശ്യത്തിന് നാളികേരം ചിരകിയതാണ്. ചതച്ചെടുക്കുക ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ചിരകി അങ്ങനെ തന്നെ ഫ്രഷായിട്ട് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കഴിയുന്നത് നല്ല ഫ്രഷ് തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായി കിട്ടും. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തേങ്ങ ഞങ്ങൾ ചൂടാക്കാറൊന്നുമില്ല കേട്ടോ. ചൂട് കപ്പയിനകത്തോട്ട് ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം നമ്മളൊരു 1-2 മിനിറ്റ് അങ്ങനെ മൂടി വെക്കുക ചെയ്യുക. അപ്പോൾ ആ തേങ്ങയുടെ ഫ്രഷ് രുചി തന്നെ കപ്പക്കൊപ്പം കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 2 മിനിറ്റ് നേരം അവിടെ മൂടി വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്കിത് നമ്മുടെ കപ്പക്കുള്ള വറവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ കപ്പക്കുള്ള വറവ് എന്ന് പറയുന്നത് ഇതേ കടുക് വറുക്കുന്നതിനാണ്. അപ്പോൾ ഇത് ആവശ്യത്തിലധികം ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ എണ്ണ ഒരല്പം കൂടുതൽ തന്നെ ഞാൻ ചേർക്കാറുണ്ട്. അപ്പം ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ഉഴുന്ന് പരിപ്പാണ്. ഇത് എത്ര പേര് മറ്റ് സ്ഥലത്തുള്ളവർ ചേർക്കാറുണ്ടോ എന്നറിയില്ല, ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അളവിൽ തന്നെ ഏകദേശം 2 ടേബിൾ സ്പൂണൊക്കെ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് അത്യാവശ്യം ഒന്ന് ചുവന്ന കളറായി വരുന്ന സമയത്ത് വെളുത്തുള്ളിയും ചുവന്ന മുളകും കൂടെ ചതച്ചതാണിത്. നാട്ടിൽ കല്ലിൽ വെച്ച് ചതച്ചെടുക്കും. ഇവിടെ ഇപ്പം നമ്മൾ മിക്സിയിലാണ് ഒന്ന് കറക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം. കല്ലിൽ വെച്ച് ചതച്ചെടുക്കുമ്പോൾ ഇത്രയ്ക്ക് അങ്ങ് പൊടിയാവില്ല കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് കറക്കിയതാണ്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നേരത്തെ പച്ചമുളക് ഇട്ട് കൊടുത്തിരുന്നു. ബാക്കിയുള്ള എരിവിന് ആവശ്യത്തിനുള്ള ചുവന്ന മുളകും വെളുത്തുള്ളി ഒരു 10-12 അല്ലിയോളം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കും കേട്ടോ. അതും കൂടി മിക്സിയിലൊന്ന് കറക്കിയെടുത്തതായിരുന്നു. അതും കൂടി ഒന്ന് ചുവന്ന് വന്ന സമയത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഇത് നമ്മുടെ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് സാധനത്തിനും വറവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തന്നെ മൂടി വെക്കും. ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചതിന് ശേഷം മാത്രമേ ഇളക്കി യോജിപ്പിക്കുള്ളൂ. അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്, നാട്ടിലെ അമ്മമാർ പറഞ്ഞു തരുന്നതാണ്, ആ വറവിൻ്റെ മണമൊക്കെ ഒന്ന് പോവാതിരിക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂടി വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന വിധത്തിലുള്ള കപ്പയാണ്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് പാത്രത്തിലാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല പാൽക്കപ്പ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. കാരണം നല്ല വായിലിടുമ്പോൾ അലിഞ്ഞ് നല്ല രുചിയുള്ളൊരു കപ്പയായിരുന്നു കേട്ടോ എന്തായാലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കും കഴിക്കാൻ എളുപ്പമാണ്. കാരണം ചവക്കേണ്ട പരിപാടി പോലും ഇല്ല, അത്രയും നല്ല ഇങ്ങനെ അലിഞ്ഞ് വെണ്ണ പോലെ അലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും അച്ചാറിനൊപ്പമാണ് കേട്ടോ കഴിക്കാറ്, മീൻ കറിയൊന്നും കൂട്ടി കഴിക്കാറൊന്നുമില്ല. അപ്പം അച്ചാറിനൊപ്പമാണ് കഴിക്കാറ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇങ്ങനെ ഇത് വെണ്ണ പോലെ എല്ലാം അലിഞ്ഞിങ്ങനെ നമ്മൾ ഉടച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വായിലങ്ങ് അലിഞ്ഞ് പോവുക. ടേസ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുള്ളൊരു കപ്പ തന്നെയായിരുന്നു കേട്ടോ.
അപ്പോൾ ഏതായാലും ഞങ്ങൾ കണ്ണൂർക്കാരുടെ സ്റ്റൈലിലുള്ള കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പേര് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾ കണ്ണൂർ കാസർഗോഡൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഏതായാലും എൻ്റെ ഈ കപ്പ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.